ഡ്രീഫിൽ ക്രിയേഷന്റെ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ വാഹനത്തിന്റെ ഒരു രജിസ്റ്റർ നമ്പർ മാത്രം ഉപയോഗിച്ചിട്ട് വാഹനത്തിന്റെ എല്ലാ ഡീറ്റെയിൽസും RC ഡീറ്റെയിൽസ് എങ്ങനെ എടുക്കാമെന്നാണ്. വാഹനം എപ്പോൾ രജിസ്റ്റർ ചെയ്തു, അതിന്റെ ഇൻഷുറൻസ് എത്ര വരെയുണ്ട്, അതിന്റെ പൊല്യൂഷൻ നമുക്ക് എത്ര വരെയുണ്ട്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഒരു മിനിറ്റിനുള്ളിൽ തന്നെ എടുക്കാം. നമുക്കിതിന് വേണ്ടിയിട്ട് യാതൊരു അപ്ലിക്കേഷനോ അല്ലെങ്കിൽ യാതൊരു കാര്യങ്ങളോ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സർക്കാരിന്റെ വെബ്സൈറ്റിലൂടെ തന്നെ നമുക്ക് ഇതിനു വേണ്ടി ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു വെബ്സൈറ്റിൽ കൂടി തന്നെ നമുക്ക് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഡീറ്റെയിൽസും നമുക്ക് നോക്കാം. ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി എന്ന് തീരും. അതുപോലെ തന്നെ അത് നമ്മുടെ ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് നമ്മൾ എന്തൊക്കെ സർവീസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു രജിസ്റ്റർ നമ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് വാഹനത്തിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. RC ഓണറുടെ നെയിമും മൊബൈൽ നമ്പറും അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ എങ്ങനെ എടുക്കാം നോക്കാം. ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് എടുക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വാഹനത്തിന്റെ രജിസ്റ്റർ നമ്പർ മാത്രം ഉപയോഗിച്ചിട്ട് വാഹനത്തിന്റെ ഫുൾ ഡീറ്റെയിൽസ് RC ഡീറ്റെയിൽസ് നമുക്ക് എങ്ങനെ എടുക്കാവുന്നതാണ്. അതിന്റെ എന്ന് നമ്മൾ ഈ വണ്ടി രജിസ്റ്റർ ചെയ്തു, അതിന്റെ ഇൻഷുറൻസ് എത്ര വരെ ഉണ്ട്, അതിന്റെ പൊല്യൂഷൻ എങ്ങനെയാണ്, അതിന്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്തത്. അതിന്റെ കൂടെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധിയും അതിന്റെ സർവീസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് മാത്രം എടുക്കുക. യാതൊരു കാരണവശാലും ഹാക്കിംഗ് രീതിയിലൊന്നും ഈ വീഡിയോ എടുക്കാതിരിക്കുക. നമ്മൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഈ വീഡിയോ പ്രയോജനപ്പെടുത്തുക. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം നമ്മളെ ഇൻ കേസ് നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ആക്സിഡന്റ് നടന്നിട്ട് അവർ പെട്ടെന്ന് കടന്നു കളയുന്ന സാഹചര്യം, അങ്ങനത്തെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം മറ്റുള്ളവരുടെ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഏതെങ്കിലും ഒരു വണ്ടീൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വണ്ടീൻ്റെ രജിസ്റ്റർ നമ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് RC ഓണറിന്റെ നെയിമും മൊബൈൽ നമ്പറും അഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒന്നും കൂടി പറയുകയാണ്, യാതൊരു കാരണവശാലും ഹാക്കിംഗ് രീതിയിൽ ഉപയോഗപ്പെടുത്താതിരിക്കുക. ഇത് തികച്ചും ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. നമുക്ക് വീഡിയോയുടെ ഡീറ്റെയിൽസ് കിടക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിന്റെ സെർച്ച് ബാറിൽ നമ്മൾ പരിവാഹൻ സേവ എന്ന് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പുതിയ ഇന്റർഫേസിലേക്കാണ് പോകുന്നത്. അതിന്റെ ഫസ്റ്റ് ലിങ്കിൽ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു പുതിയൊരു ഇന്റർഫേസിലേക്കും കൂടെ പോകുന്നതാണ്. അത് നോക്കിക്കഴിയുകയാണെങ്കിൽ ഇതിൽ നമുക്ക് പരിവാഹൻ സേവയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേന്റെ കീഴിൽ നമ്മുടെ സർക്കാരിന്റെ ഒരു വെബ്സൈറ്റ് ആണത്. അതുകൊണ്ട് തന്നെ യാതൊരു രീതിയിലും മോശപ്പെട്ട കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കുക. ഇതിൽ കുറെ കാര്യങ്ങളുണ്ട്, അബൌട്ട് അസ്, ഓൺലൈൻ സർവീസ് കാര്യങ്ങളൊക്കെ. അതൊക്കെ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഒന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ നമ്പർ ഉപയോഗിച്ചിട്ട് അതിന്റെ ഡീറ്റെയിൽസും അതിന്റെ കാലാവധിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇൻഫോർമേഷണൽ സർവീസ് എന്ന കാരണം മൂന്നാമത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന നോ യുവർ ലൈസൻസ് ഡീറ്റെയിൽസ് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ഇന്റർഫേസിലേക്കാണ് പോവുക. ഇവിടെ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസിന്റെ നമ്പർ അടിച്ചു കൊടുക്കേണ്ടതാണ്. ഇവിടെ നമ്മൾ കേരളത്തിലാണെങ്കിൽ നമ്മൾ KL വരിക. എന്നിട്ട് നമ്മൾ ചെറിയൊരു സ്പേസ് കൊടുക്കുക. ചെറിയ സ്പേസ് കൊടുത്തിട്ട് അടുത്ത മൊബൈൽ ഡ്രൈവിംഗ് ലൈസൻസിന്റെ നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കേണ്ടതാണ്. അതൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇവിടെ ഒരു സ്പേസ് ആവശ്യമുണ്ട്. എന്നിട്ട് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് കലണ്ടർ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. ഇവിടെ ആദ്യം നമ്മൾ ഇയർ ആണ് സെറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഏതാണോ ഈ ഒരു ഡ്രൈവിംഗ് ലൈസൻസിലുള്ള ആള് ജനിച്ച വർഷം ഏതാണോ ആ ഒരു വർഷം സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മന്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഡേറ്റും കൂടി സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ കാണുന്ന ക്യാപ്ച കോഡ് നമ്മൾ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ ചെക്ക് സ്റ്റാറ്റസ് എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടി. നമ്മുടെ കൊടുത്ത ഡ്രൈവിംഗ് ലൈസൻസിന്റെ കൊടുത്ത ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കിട്ടി. അതിന്റെ ഹോൾഡർ നെയിമും അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ
നമ്മുടെ എന്നാണോ അതിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാലാവധിയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. നമുക്ക് 4 വീലർ ഉണ്ടോ 2 വീലർ ഉണ്ടോ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുക. എന്നിട്ട് നമുക്കിനിയാണ് എങ്ങനെയാണ് നമ്മുടെ ഒരു രജിസ്റ്റർ നമ്പർ, വണ്ടിയുടെ രജിസ്റ്റർ നമ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് RC ഡീറ്റെയിൽസ് എടുക്കാൻ നോക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പോയ ഹോം പേജിലേക്ക് തന്നെ പോവുക. ഹോം പേജിലേക്ക് പോയിട്ട് ഇവിടെ തന്നെ ഇൻഫോർമേഷണൽ സർവീസിലേക്ക് പോയിട്ട് നോ യുവർ വെഹിക്കിൾ ഡീറ്റെയിൽസ് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു പുതിയ ഇൻ്റർഫേസിലേക്കാണ് പോകുന്നത്. എന്നിട്ട് നമ്മൾ പോകുന്നത്. ഇവിടെ നമുക്ക് ഓൾറെഡി അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ട് നെക്സ്റ്റ് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എനിക്കിവിടെ മൊബൈൽ നമ്പർ ഒരു അക്കൗണ്ട് ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇവിടെ നമ്മൾ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും വേണം. ഇത് നമുക്ക് നമ്മുടെ RC ഓണറിൻ്റെ മൊബൈൽ നമ്പർ വേണം എന്നൊന്നുമില്ല. നമ്മുടെ ഇപ്പോൾ വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ ഏതാണോ ആ ഒരു മൊബൈൽ നമ്പർ നമ്മൾ ഇവിടെ അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ മെയിൽ ഐ ഡി, ഇപ്പോൾ വാലിഡ് ആയിട്ടുള്ള ഒരു മെയിൽ ഐ ഡി നമ്മൾ അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ജനറേറ്റ് OTP ജനറേറ്റ് OTP എന്നുള്ള സ്ഥലത്ത് നമ്മൾ OTPക്ക് വേണ്ടിയിട്ട് നോക്കുക. ഇവിടെ നമുക്ക് മെയിൽ ഐ ഡിക്കോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറിലേക്കോ വന്ന ഏതെങ്കിലും ഒരു OTP നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വെരിഫൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പറും മെയിൽ ഐ ഡി വെരിഫൈ ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ പേരെന്താണോ നമ്മുടെ പേരടിച്ചു കൊടുക്കുക. പേരടിച്ചു കൊടുത്തതിന് ശേഷം ഒരു പാസ്വേഡ് അടിച്ചു കൊടുക്കുക. ആ പാസ്വേഡിൽ നമ്മൾ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും നമ്പറും അങ്ങനെ കാര്യങ്ങളൊക്കെ വേണം. ഒരു സ്ട്രോങ് പാസ്വേഡ് ആയിരിക്കാം. അതിന് പറ്റിയൊരു പാസ്വേഡ് അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ സേവ് കൊടുക്കുക. സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. പെട്ടെന്ന് തന്നെ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഇത് നമുക്കൊരു പോപ്പപ്പ് മെസ്സേജിൻ ബോക്സ് വന്നിട്ടുണ്ടല്ലേ. ഇവിടെ ചോദിക്കുന്നത് നമ്മുടെ പാസ്വേഡ് നമുക്ക് ഗൂഗിൾ റെക്കഗ്നൈസ് ചെയ്ത് വെക്കണമെന്നാണ്. ഇൻകേസ് നമുക്ക് മറന്നൊക്കെ പോയാൽ നമ്മൾ ഇതിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലാപ്പോ ഫോണോ നമുക്ക് ഓട്ടോമാറ്റിക്കലി യൂസർ നെയിമും പാസ്വേഡും അടിച്ചു വെക്കും. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മറിവേക്കുള്ള ആളുകളാണെങ്കിൽ നമ്മൾ സേവ് കൊടുക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ സേവ് കൊടുക്കുകയാണ്. എന്നിട്ട് സിറ്റിസൺ യൂസർ ഹാസ് ബീൻ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കൊടുക്കുക. എന്നിട്ട് നമുക്ക് തിരിച്ച് എന്ത് ചെയ്യുക, വെഹിക്കിൾ സെർച്ചല്ലേ നമുക്ക് ആവശ്യം, ബാക്ക് ടു വെഹിക്കിൾ സെർച്ച് കൊടുക്കുക. ബാക്ക് ടു വെഹിക്കിൾ സെർച്ച് കൊടുത്തിട്ട് നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്ത മൊബൈൽ നമ്പർ ഒന്നും കൂടി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഞാനിവിടെ പാസ്വേഡിന് സേവ് കൊടുത്തോണ്ടാണ് എനിക്ക് ഓട്ടോമാറ്റിക്കലി പാസ്വേഡ് ടൈപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. സേവ് കൊടുക്കാത്ത ആളുകൾ ഇവിടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. നമുക്ക് പെട്ടെന്ന് പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് പാസ്വേഡ് റെക്കഗ്നൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ഞാൻ പാസ്വേഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുന്നതാണ്. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ ഒരു കാണുന്ന ക്യാപ്ച നമ്മൾ തെറ്റാതെ അടിച്ചു കൊടുക്കുക. ക്യാപ്ച അടിച്ചു കൊടുത്തിട്ട് ഇവിടെ നമ്മൾ നമ്മുടെ വണ്ടിയുടെ വെഹിക്കിൾ നമ്പറിന്റെ നമ്പർ അടിച്ചു കൊടുക്കുക. ഇവിടെ നമ്മൾ കേരളത്തിലാണെങ്കിൽ KL ആണ് ഉണ്ടാവുക. 3 അക്ക നമ്പർ ആണെങ്കിൽ നമ്മളൊരു 0 കൂടി ആഡ് ചെയ്തിട്ട് നമ്പർ അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ ഇതിന് മുന്നേ ഏതെങ്കിലും വെഹിക്കിൾ സെർച്ച് ചെയ്തതിൻ്റെയൊക്കെ കാണാൻ പറ്റുന്നതാണ്. ഇവിടെ നമ്മൾ ഒന്നും കൂടി ക്യാപ്ച അടിച്ചു കൊടുക്കുക. എന്നിട്ട് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റുന്നതാണ്. നമ്മുടെ വണ്ടി, ആദ്യം നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ, നമ്മുടെ ഏതാണോ LMV ആണോ അങ്ങനെയാണ് ഡീറ്റെയിൽസ്. അതുപോലെ തന്നെ കാറിൻ്റെ പേര്, അതിൻ്റെ കൊയിലാണ്ടി കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇൻഷുറൻസ് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ നമുക്ക് PUCC നമ്മുടെ പൊല്യൂഷൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇൻഷുറൻസും പൊല്യൂഷൻ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഈ ഒരു ഇതിൽ ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. ഇവിടെ ആർ നോട്ട് അവൈലബിൾ ആണ്. അതായത് പൊല്യൂഷന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാത്തത് കൊണ്ടാണ് കാണാൻ പറ്റാതെ. അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ബാക്കി എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. യാതൊരു കാരണവശാലും മിസ്യൂസ് ചെയ്യരുതെന്നാണ് ഇതിലൊക്കെ കൊടുത്തിട്ടിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം നമ്മൾ ഇത് ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു RC ഡീറ്റെയിൽസ് കാണാൻ പറ്റുന്നതാണ്. RC ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാത്തത് കൊണ്ടാണ് കാണാൻ പറ്റാതെ. അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ബാക്കി എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. യാതൊരു കാരണവശാലും മിസ്യൂസ് ചെയ്യരുതെന്നാണ് ഇതിലൊക്കെ കൊടുത്തിട്ടിരിക്കുന്നത്. നമുക്ക്
ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി കാണുന്നവരെ ബി സേഫ്, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.